ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം മൃണാളിനെ എല്ലാവർക്കും അറിയായിരിക്കും. കുറേ ദിവസങ്ങളായിട്ട് മൃണാളിൻ്റെ അങ്ങ് ഏറിൽ നിർത്തിയിരിക്കുകയാണ് എല്ലാവരും കൂടി. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മൃണാൾ ഒരുപാട് വർഷമായിട്ട് ഇതുപോലെ ഓരോ ഹോട്ടലിലൊക്കെ പോയി അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്ന ഒരാളാണ്. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ റിവ്യൂ പറയുന്നു, അവിടുത്തെ ഓരോ കുറ്റങ്ങൾ പറയുന്നു. ഇതാണല്ലോ പുള്ളിക്കാരൻ്റെ മെയിൻ ഹോബി. അപ്പം മൃണാൾ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ ഹോട്ടൽ. അപ്പം മൃണാളൊരു ഹോട്ടൽ തുടങ്ങുമ്പം ആ ഹോട്ടലിനെ എല്ലാവരും നോട്ടീസ് ചെയ്യും. ആ ഹോട്ടലിൽ പോയി എല്ലാവരും ഫുഡ് കഴിക്കാനും ഇതുപോലെ വ്ളോഗ് എടുക്കാനും റിവ്യൂ പറയാനും ഒക്കെ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ഫുഡ് പോരാന്ന് പൊതുവേ ഒരു അഭിപ്രായം റിവ്യൂ ഒക്കെ വന്നു തുടങ്ങി. പിന്നെ അവിടുത്തെ സാധനത്തിനാണെങ്കിലോ പ്രത്യേകം ചാർജാണ്. വടേൻ്റെ കൂടെ തരുന്ന ചട്നിക്കൊരു ചാർജ്, ചായൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന കട്ട്ലറ്റിൻ്റെ സോസിനൊരു ചാർജ്, ജ്യൂസ് കുടിക്കാൻ കയറിയാലാണെങ്കിലോ സ്ട്രോയ്ക്ക് വരെ ചാർജ്, പിന്നെ പപ്പടത്തിന്, ബിരിയാണീൻ്റെ കൂടെ കൊടുക്കുന്ന ചർലാസിന്, ലോകത്തെവിടെയും കാണാത്ത പല പല ചാർജുകളാണ് ഓരോ സാധനത്തിനും മൃണാൾ വാങ്ങുന്നത്. പിന്നെ കഴിക്കാൻ പോയാലാണെങ്കിലോ വെയിറ്റിംഗ് ആയിട്ടും ഒരുപാട് സമയം അവിടെ അങ്ങനെ പോയി കിട്ടും. ഇതിനെക്കുറിച്ചെല്ലാം വൻ ചർച്ചകളാണ് നടക്കുന്ന സുഹൃത്തുക്കളെ, വൻ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മൃണാളിൻ്റെ ഹോട്ടലിൽ ഒരാൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഫുഡിൽ നിന്ന് പുഴു. എങ്ങനെ ഇരിക്കുന്നു ചേട്ടൻ? ലോകത്തുള്ള ഹോട്ടലിലെല്ലാം പോയി ഫുഡ് കഴിച്ച് കുറ്റം പറയാറായിരുന്നു മെയിൻ ഹോബി. ഇപ്പം ഇതിനെ കുറ്റമൊന്നും പറയാനില്ലേ ആവോ ചേട്ടന്? വീഡിയോ തെളിവ് സഹിതാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതൊന്നും നമുക്ക് കാണാം. കണ്ടില്ലേ, അൺസഹിക്കബിൾ തന്നെ. വാഴയിലെ പുഴു, കയ്യിൽ പുഴു, എന്തോ കിഴിപ്പൊറാട്ട എന്താന്ന് തോന്നുന്നു. എവിടെ പോയി മൃണാൾ ചേട്ടൻ? ചേട്ടനൊന്നും പറയാനില്ലേ ആവോ? ഒരുപാട് ചർച്ച തന്നെ ഇതിനെതിരെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇത് വാഴയിലുള്ള പുഴുവായിരിക്കും, അല്ലാതെ ഫുഡിലുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു. ഞാനതല്ല ആലോചിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ഫുഡ് ഇൻസ്പെക്ടറൊക്കെ എവിടെ പോയാവോ? അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഹോട്ടലായിരുന്നെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെതിരെ അപ്പം തന്നെ ആക്ഷൻ എടുത്ത് ആ കട പൂട്ടിക്കാണും. എന്തായാലും കൊള്ളാം.